താരപുത്രന്മാരിൽ മലയാളികൾക്ക് പ്രിയങ്കരനായ താരമാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം. ബാലതാരമായി വന്ന് മലയാളി മനസ്സുകളിൽ ഇടം നേടിയ മലയാളികളുടെ സ്വന്തം കണ്ണന്റെ നായിക പരിവേഷത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് പൂമരം. സൂപ്പർ താര ചിത്രങ്ങളുടെ പോസ്റ്ററിനും ട്രെയിലറുകൾക്കും ടീസറുകൾക്കും ഒക്കെയായി മലയാളി പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് കയ്യും കണക്കുമില്ല. അതിലെല്ലാം ഉപരിയായി കാത്തിരിപ്പാണ് പ്രേക്ഷകർ പൂമരത്തിനായി കാത്തിരുന്നത്. കപ്പലുണ്ടാക്കിയ പൂമരം എവിടെ പോയി എന്നാണ് ഓരോ മലയാളി പ്രേക്ഷകനും ഇപ്പോൾ അറിയേണ്ടത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കോ ടീസറോ ഒന്നും നാളിതുവരെയായി ഇറങ്ങിയിട്ടില്ല. കേരളമെങ്ങും തരംഗം സൃഷ്ടിച്ച 2 ഗാനങ്ങൾ മാത്രമാണ് പൂമരത്തിന്റേതായി ഇറങ്ങിയത്. പൂമരത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഏറുകയാണ്. ചിത്രം എവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരോട് ചിത്രം എവിടെയും പോയിട്ടില്ല, ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് എന്നാണ് അണിയറ പ്രവർത്തകർക്ക് പറയാനുള്ളത്. മറ്റേത് സൂപ്പർ താര സിനിമയെക്കാളും വലിയ കാത്തിരിപ്പാണ് പൂമരത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വലിയ കാൻവാസിലുള്ള ചിത്രമായതിനാൽ ഷൂട്ടിംഗ് അവസാനിച്ചിട്ടില്ല എന്നാണ് അണിയറ ശില്പികൾ പറയുന്നത്. കാളിദാസിനൊപ്പം ചിത്രത്തിൽ അണിനിരക്കുന്നതെല്ലാം പുതുമുഖങ്ങളുമാണ്. കലാലയ ജീവിതവും കലോത്സവവും എല്ലാം ഇടകലർത്തി ഒരുക്കുന്ന ചിത്രമാണ് പൂമരം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പൂമരം. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന സവിശേഷത കൂടി പൂമരത്തിന് സ്വന്തമാണ്. നിലവിൽ ഇറങ്ങിയ 2 പാട്ടുകളെ കൂടാതെ ഇനിയും ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.